ഓക്കെ നോക്കൂ, ഇന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസം. ജോർജ് കുട്ടി ധ്യാനത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ പൂ കാണാൻ പോവുകയാണെങ്കിൽ കുണ്ടിൽപ്പെട്ടിന് പോവാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പൂവുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. ഓ കശ് നോക്കൂ, ഇന്നലത്തെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം 4 മണി 4:15 വണ്ടാരം. ഉറക്കം അങ്ങോട്ട് പോയില്ല. പക്ഷേ നമ്മൾ ഉറക്കപ്പിച്ച് നമ്മൾ നിൽക്കാൻ പാടില്ലല്ലോ. നമുക്ക് തന്നെ എൻ്റെ മുഖത്ത് ഉറക്കാതെ തോന്നുന്നുണ്ട്. 5 പൈസ കുറവുള്ളത് ജന്മന ഉള്ളതാണ്, നോക്കണ്ട. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കിളിയും കിളിക്കൂടും മാറി എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തിനാണോ എന്താ പിന്നെ നോക്കാം. ശരിക്കും കൃത്യനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് 12 എന്ന് പറഞ്ഞാൽ 12:45 12:50 ഞങ്ങൾ വന്നു. പക്ഷെ കൂടെയുള്ള ഒറ്റ ഒരെണ്ണം വന്നിട്ടില്ല. ഇനി അവന്മാരൊക്കെ വന്നിട്ട് ഇനി എപ്പോൾ പോകാനാണോ എന്തോ. ഇന്നും നേരത്തെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ നടക്കുക ഉറപ്പുള്ള കാര്യമാണ്. ഇന്നലെ ആരുടെയോ ഭാഗ്യം കൊണ്ട് എനിക്ക് കഥകെങ്കിലും തുറന്നു തന്നു. ഇന്ന് അതുകൊണ്ടാവും മിക്കവാറും വഹിക്കും. ഇന്ന് പെരുവഴി തന്നെ ആശ്രയം. ഇത് കണ്ടാലും ഒരു പൂണില്ല മിസ്. വലിയ പ്രശ്നമാണ്. എൻ്റെ കർത്താവിശ്വസിയായി ഞങ്ങൾ 2 മാത്രം പഠിക്കാൻ നിൽക്കുകയാണ്. കൂടുതൽ ഒരെണ്ണത്തിൽ ഇല്ലെന്നേ. എന്താ പറയുക, വിഗ്രഹത്തങ്ങൾ വാക്കിയ വിഗ്രഹത്തെ തെണ്ടുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. 12 എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 1 മണിയായപ്പോൾ എത്തി. 12:50 1 മണിയായപ്പോൾ ഞങ്ങൾ എത്തി. ബട്ട് എന്ത് കാര്യം കൂടുതൽ ഒരെണ്ണം വന്നിട്ടില്ല. ഇനി ഇവിടെ ഇങ്ങനെ വണ്ടി വേണ പോലെ ഇനി ഇവിടെ നല്ല മോശം പോകാൻ ഞങ്ങളതെന്ന് പറയും. അതാ പ്രശ്നം. ഓ ഗൈസ് നോക്കൂ, വാക്കിന് വരെയുള്ള ചെറ്റുകൾ വന്നിരിക്കുന്നു. അടുത്താടെ വന്നിരിക്കുന്നു. ഇതാ കൊല്ല ഇതെന്താണത്, യൂണിഫോമോ? 1 2 3 വലിയ കുഴപ്പം പറ്റുന്നില്ല. ഓക്കെ നോക്കൂ, നമ്മുടെ അനന്തക്കുട്ടൻ ആദ്യമായിട്ടാണ് അവിടെ കൂടെ പുറത്തു വന്നു. ഇനി വേറെ നമ്മളെവിടെ പോകുന്നു? ആദ്യമായിട്ടല്ലേ കൂടെ പുറത്ത് പോകുന്നത്? എവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? എവിടെ സ്ഥലം പറ. ചുമ്മാ അങ്ങ് തള്ളി വിട്ടാലേ. സന്തോഷം മാത്രം, വേറെന്തെങ്കിലും. നീ തുടങ്ങിയോ? ഇതിനെ തുടങ്ങിയോ? ചേട്ടാ എടാ, നിനക്ക് ഇന്നലെ എന്തോ സാധനം പറഞ്ഞായിരുന്നില്ലേ? അതേ എടുത്തിട്ടില്ല. സാധനമില്ലേ? അത്യാവശ്യം നല്ല കോട. ഓ ഏതാ സാധനം ഇതേ കട്ടിയായിരുന്നു. ക്യാമറ തുടച്ചു നോക്കും. സ്വന്തം പ്രോപ്പർട്ടിയിൽ ഒന്നും വേണമെങ്കിൽ താഴെ അവളോട് പറഞ്ഞുണ്ടോ? ഷർട്ടൊക്കെ കീറും. മസിൽ കൊണ്ട് കീറിയാന്ന് പറഞ്ഞു. അത്യാവശ്യം അടിപൊളി. ഇത് പറയാന് ഇതൊന്നും കാണുന്നുള്ളു.
ഇത്ര ആൾക്കാരാണ് ചേട്ടാ. ഇത്രയും വലിയ സീനറി അമ്പാടി കാര്യങ്ങൾ ആപ്പാട് അമ്പാടി ഇത്രയും ഭാഗം മാത്രം. ഞങ്ങൾ കൊല്ലം പോലെ സഹിക്കാൻ തുടങ്ങിയിട്ട് ഏതാ ഫീൽസ് അറിയാം ഓ വേണ്ട നിങ്ങൾ അംഗീകരിച്ച് ഇതെന്താ പാവാണ് എന്താ പടി കാണാൻ ഇവിടെ കവരി എത്താൻ പെണ്ണിട്ടിയല്ലേ ഈ ഇനി അവിടെ ക്യാമറ ഫ്രെയിമാ. ആ എല്ലാവരും ഇരുന്നു സന്തോഷം. ഹലോ ഗായ്സ്, നോക്കൂ ഗായ്സ്, അമ്പാടിന്റെ പീഡനം. ഇതൊക്കെ തണുപ്പെന്ന് പറഞ്ഞാൽ നിന്റെ ആരോഗ്യം നീ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയം കഴിഞ്ഞു. കേറി 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 6 മണിക്കല്ലേ ലാസ്റ്റ് ബസ്. സമയം നോക്ക്. ഇത്ര നടക്കട്ടെ ഞാൻ കാണുന്നില്ല, പക്ഷേ ക്യാമറ കാണുന്നില്ല. അവനെ ഒരു കർച്ചീഫ് വിരിക്കി കർച്ചീഫ് വിരിക്കി നീയാണ് അതിന്റെ ആള്. എന്തൊക്കെയോ മനസ്സിലാകത്തിന് കുഴപ്പമില്ല. കർണാടക ആധിപത്യം. നമ്മൾ അധികാരം സിംഗിൾ എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ തന്ന് ചാവാൻ ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ അമ്പലത്തിനുള്ളിൽ കയറി പ്രതിഷ്ഠയാക്കി എടുത്താൽ മതി. ആ സാധ്യപ്പെട്ട് രണ്ട് വാക്കുകൂടാ എന്ത് പറയണം ഇവിടെ അടിപൊളി. ഏറ്റവും വലിയ ഒന്നായി ചേട്ടാ പൈസ മേടിക്കാനില്ല. അത് ഗോവിന്ദ് ഇവിടെ നീ ഗോവിന്ദ അങ്ങനെ ഗോപാൽ സ്വാമിപേട്ടയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കും അടുത്ത പരിപാടി. വിഷ്ണുട്ടാ രണ്ടു വാക്ക്. ഒന്നും പറയല്ല. വിറച്ച് ചത്തു ഉണ്ണി ഐശു ആവെ ചെവിവത്ത് അമ്പാടിനെ പറ്റി ഞങ്ങൾ 4 വാക്ക് പറയട്ടെ. മാറി കേട്ടോ മിക്കവാറും
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഓക്കെ ബൈ.